റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നടത്തിയ ഭൂമി കുംഭകോണത്തിന്റെ നിർണായക രേഖകൾ റിപ്പോർട്ടറിന്. ജിണ്ടാൽ ഗ്രൂപ്പിന് ഭൂമി കൈമാറിയത് 2012 ജൂൺ മാസം 14-ാം തീയതി. മാരുതി സുസുക്കിയുമായും ഭൂമി കൈമാറ്റത്തിന് ഇതേ ദിവസം ധാരണയുണ്ടാക്കി. ഇടപാടുകൾ നീലമംഗലിയിലെ കർഷകരെ വഞ്ചിച്ചാണ് എന്നുള്ളതാണ് ആരോപണം. 16 വർഷം കൈവശം വെച്ചിട്ടും വ്യവസായം തുടങ്ങിയില്ല എന്നാണ് ഇപ്പോൾ പരാതി. ഇടപാടിന്റെ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ദൃശ്യങ്ങൾ കാണാം. ടി വി പ്രസാദും റോഷി പാലുമുണ്ട്. ടി വി പ്രസാദും റോഷി, വളരെ നിർണായകമായ ചില ധാരണകളായിരുന്നു. 14 വർഷത്തെ താമസത്തിനു ശേഷം ഈ ഇടപാടുകൾ നടന്നത് ദുരൂഹമാണ് എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത്. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകൾ പറയുന്നത്? റോഷിയുടെ നമുക്കപ്പം. റോഷി, നമ്മുടെ കയ്യിലെ രേഖകൾ പറയുന്നത് എന്താണ്? അരുൺകുമാർ, പരാതിക്കാരനായ കർണാടകയിലെ അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ അത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിച്ച രേഖകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അന്ന് അവിടെ BPL കമ്പനിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി അത് വ്യാവസായിക ആവശ്യത്തിന് കർണാടകയിലെ ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ് കൈമാറിയ ഭൂമിയാണ്. അവിടെ വ്യവസായം തുടങ്ങാം എന്ന ഉറപ്പിലാണ് ഭൂമി കൈമാറ്റവും. അവിടെ വ്യവസായം തുടങ്ങുമ്പോൾ തൊഴിൽ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കർഷകരിൽ നിന്നും സർക്കാർ നിർബന്ധിതമായി ഭൂമി ഏറ്റെടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ഏതാണ്ട് 1 ഏക്കറിന് 1,10,000 രൂപ വെച്ചാണ് ഭൂമി ഏറ്റെടുത്തത്. ആ ഭൂമിയാണ് നേരെ BPL പ്രസാദിലേക്ക് പോയിട്ട് റോഷിയിലേക്ക് മടങ്ങി വരാം. പ്രസാദ്, ഈ കൈമാറ്റത്തിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ കൂടിയായ ജഗദീഷ് കുമാർ സമർപ്പിച്ചിരുന്ന രേഖകളാണോ ഇത്? അത് തന്നെയാണ്. ആ അഭിഭാഷകൻ നേരത്തെ നിയമപോരാട്ടം നടത്തിയ രേഖകളാണ്. അവിടെ നിന്ന് ആ കർണാടക സർക്കാരിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം സംഘടിപ്പിച്ച രേഖകൾ. അത് സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ നടപടികളിലേക്ക് കടന്ന വിവരവും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. ആ രേഖകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുകയും ചെയ്യുന്നത്. ഈ രേഖകൾ പ്രകാരം ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പിന് BPL കമ്പനി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചു എന്നുള്ളതാണ് അരുൺ വ്യക്തമാകുന്നത്. 1995 ഇതിന്റെ തുടക്കമെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. 1995 ഭൂമി ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ BPL കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിനെ സമീപിക്കുകയാണ്. അങ്ങനെ സമീപിച്ചതിന് ശേഷമാണ് 175 ഏക്കർ ഭൂമി അനുവദിക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നത്. അങ്ങനെ ആ ഭൂമി എന്ന് പറയുന്നത് കർഷകരുടെ കയ്യിൽ നിന്ന് ചുളുവിലക്ക് വാങ്ങിയ ഭൂമിയാണ്. അങ്ങനെ കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള കാരണം അവിടെ ഇൻഡസ്ട്രി വ്യാവസായിക വിപ്ലവം നടത്തുന്നതിന് വേണ്ടി, വ്യാവസായിക വികസനം നടത്തുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആ റിസ്ക് എടുത്തത് എന്നുള്ളതാണ്. കർഷകരുടെ കയ്യിൽ നിന്ന് ചുരുങ്ങിയ വിലക്ക് അത് വാങ്ങിക്കുന്നു. അത് വാങ്ങി രാജീവ് ചന്ദ്രശേഖരന്റെ BPLന് 175 ഏക്കർ കൈമാറുന്നത് 6,40,00,000 രൂപയ്ക്കാണ്. വളരെ തുച്ഛമായ വിലയ്ക്കാണ് അന്ന് ഈ കൈമാറ്റം നടത്തുന്നത്. സ്വാഭാവികമായി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നും കളർ ടെലിവിഷനും ട്യൂബും അതുപോലെ ബാറ്ററിയും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങുമെന്ന വാഗ്ദാനത്തിൽ വീണുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കർണാടക സർക്കാർ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ വാഗ്ദാനം വിശ്വസിച്ചു പോയതും ഭൂമി കൈമാറുകയും ചെയ്തത്. പിന്നീട് ഏതാണ്ട് 15 വർഷത്തോളം ഒന്നും ചെയ്യാതെ ആ ഭൂമി അവിടെ വെറുതെ ഇട്ടു. ഫാക്ടറി നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല, ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ പിന്നീട് 2011-ലും 2012-ലുമായി ഈ ഭൂമി മറിച്ചു വിൽക്കാൻ തുടങ്ങി. ആ മറിച്ചു വിൽക്കാൻ നോക്കിയ ഭൂമിയുടെ വിലയാണ്, മറിച്ചു വിറ്റ ഭൂമിയുടെ വിലയാണ് അരുൺ ഏറെ ഞെട്ടിക്കുന്നത്. അതായത് കർഷകരുടെ കയ്യിൽ നിന്ന് വ്യവസായം തുടങ്ങി അവിടുത്തെ നിരവധി കർഷകരുടെ ഉൾപ്പെടെ കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകാം എന്ന് പറഞ്ഞ് 6,40,00,000 രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് 313.9 കോടി രൂപയ്ക്ക് വിറ്റതിന്റെ രേഖകൾ നമുക്ക് കിട്ടിയത്. അതുമാത്രമല്ല, മുഴുവൻ രേഖകളും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കണക്ക്, തട്ടിപ്പിന്റെ കണക്ക് 500 കോടി കടക്കും എന്ന കാര്യം ഉറപ്പാണ്. അതായത് 6,40,00,000 രൂപയ്ക്ക് വ്യവസായം തുടങ്ങിയ ആളുകൾക്ക് ജോലി കൊടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ BPLന് കൈമാറിയ ഭൂമി ഒരു വ്യവസായവും തുടങ്ങാതെ, ഒരു കുട്ടിക്ക് പോലും ജോലി കൊടുക്കാതെ അവിടെ നിന്ന്
വിൽപ്പന നടത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ടാണ് അരുൺ അതിനെ നമ്മൾ ഭൂമി തട്ടിപ്പ് എന്നല്ല വിളിക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ സ്വാധീനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ ഒരു ഭൂമി കുംഭകോണമാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ നടത്തിയത് എന്നുള്ളതാണ്. ആ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നതാണ്. ഇന്നലെ നമ്മൾ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നമ്മൾ കൊടുത്ത വാർത്ത തെറ്റാണ് എന്ന് BPL കമ്പനി പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി വരെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നമ്മൾ തുടർന്നിട്ടും എല്ലാ മാധ്യമങ്ങളും അവിടെ നിന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ പുറത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല. രാത്രി 12 മണിയോടുകൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലിനെതിരായിട്ട് ഞാൻ വലിയ സത്യസന്ധനാണെന്നും ചാനൽ കള്ളം പ്രചരിപ്പിക്കുന്നു എന്നുമാണ്. അതായത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതിന്റെ വസ്തുതകളിലേക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടില്ല എന്നുള്ളതാണ് അരുൺ. ക്യാമറയുടെ മുന്നിൽ വന്നില്ല, അതുപോകട്ടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 6.5 കോടിക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭൂമി എങ്ങനെയാണ് 313 കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റതിന്റെ രേഖകൾ പുറത്തു വന്നിട്ട് അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന മറുപടി പറയാൻ രാജീവ് ചന്ദ്രശേഖറിന് ക്യാമറയ്ക്ക് മുന്നിൽ കഴിഞ്ഞില്ല. അത് ഫേസ്ബുക്ക് പോസ്റ്റിലും കഴിഞ്ഞില്ല. വെറുതെ വെല്ലുവിളി മാത്രമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായത് എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ളതാണ്. എന്നിട്ട് പിന്നീട് ഇന്നലെ സംഭവിച്ചത് BPL ആണ് അതിന് മറുപടി ഇറക്കുന്നത്. BPL ഇറക്കിയ മറുപടിയാണെങ്കിലോ അരുൺ, ഈ കമ്പനിയുമായി രാജീവ് ചന്ദ്രശേഖറിന് ഒരു ബന്ധവുമില്ല എന്ന് മാത്രമാണ് അതിൽ പറയുന്നത്. 6 കോടി 40 ലക്ഷം രൂപയ്ക്ക് വാങ്ങി 313 കോടിക്ക് മറിച്ചു വിറ്റതിനെ കുറിച്ചോ ആ വാർത്തയെക്കുറിച്ചോ കൃത്യമായി പഠിക്കാതെ ഇത് പ്രതിപാദിക്കാതെ ഇതെല്ലാം കോടതിയിൽ തീർപ്പാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പറയുന്ന വിശദീകരണം അവസാനിപ്പിക്കുന്നത്. നടന്ന ഒരു സംഭവം നേരത്തെ നടന്ന സംഭവമാണ് എന്ന നല്ല ബോധ്യം റിപ്പോർട്ട് ചെയ്യുന്ന നമ്മൾക്കുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ആ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ ജനങ്ങളോട് ചെയ്തത് എന്താണ് എന്ന് തുറന്നു കാണിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യതയാണ് നമ്മൾ നിറവേറ്റുന്നത്. അത് തുടരുക തന്നെ ചെയ്യും അരുൺ. ഓക്കെ.